നിന്നെയും കാത്ത്. രചന സുരഭി മനോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഡാ ഉണ്ണി, നമ്മുടെ പുതുമണവാളിനെ ഇങ്ങനെ പിടിച്ചിരുത്താൽ മതിയോ? അവന്റെ വീട്ടിൽ അവന്റെ പെണ്ണവനെയും കാത്തിരിപ്പുണ്ടാവും. ചെലടാ, ഇന്നിന്റെ ആദ്യരാത്രിയല്ലേ? ഞങ്ങളോടൊപ്പം കൂടിയെന്ന് പറഞ്ഞ് നിന്റെ പെണ്ണിനി പിണങ്ങണ്ട. കയ്യിലെ മദ്യക്കുപ്പിൽ നിന്നൊരൽപ്പം ചുണ്ടോടിയേർത്തുകൊണ്ട് രാഹുൽ പറഞ്ഞു. ആ ബെസ്റ്റ്. അതിനിവൻ ഇന്നേവരെ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ? പാത്രത്തിലുള്ള മിക്സർ തിന്നുകൊണ്ട് ഹരിയും പറഞ്ഞു. തന്നെ കളിയാക്കി ഓരോന്ന് പറയുന്ന കൂട്ടുകാരോട് തിരിച്ചൊന്നും പറയാതെ കേട്ടുകൊണ്ട് നിന്നു അവൻ. ഇന്ന് കണ്ണന്റെ വിവാഹമായിരുന്നു. അതിനവൻ അവന്റെ കൂട്ടുകാർ കൊടുത്ത പാർട്ടിയുടെ ബഹളമാണ് ഈ കാണുന്നത്. ഒരാണിനെയും പെണ്ണിനെയും സംബന്ധിച്ചിടത്തോളം സുന്ദരമായ സുദിനം. പക്ഷേ അവന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും തനിക്കതിനാവുമോ? ഉത്തരമില്ലാത്തൊരു 100 ചോദ്യങ്ങൾ അവനുള്ളിൽ വന്ന് നിറഞ്ഞു. താലി കെട്ടുമ്പോഴും അഗ്നിയെ വലം വയ്ക്കുമ്പോഴും അവളുടെ കണ്ണുകളിലെ ദേഷ്യം താൻ കണ്ടതല്ലേ? മതിയണ സ്വപ്നം കണ്ട് ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്ന കണ്ണനെ തട്ടി വിളിച്ചുകൊണ്ട് അവന്റെ ഉറ്റ സുഹൃത്ത് ഉണ്ണി പറഞ്ഞു. എന്നാ ശരി, നിങ്ങൾ കുടിക്കോ, ഞാൻ പോവാ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ വീട്ടിലേക്ക് നടന്നു. ആദ്യ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഭയം പെണ്ണിനാണ് കൂടുതൽ. എന്നാൽ താൻ ഇന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവൻ ഓർത്തു. അവൾക്ക് തന്നെയുള്ള ദേഷ്യം മാറിക്കാണുന്നു. ചിന്തകളിൽ എപ്പോഴും അവളുടെ മുഖം മാത്രമാണ് അവനുള്ളിൽ നിറയുന്നത്. വിറച്ച കാലടികളോടെ റൂമിലേക്ക് കയറുമ്പോൾ അവനാകെ പരവേശം തോന്നി. കട്ടിലിനൊരു വശത്തായിട്ടിരിക്കുന്ന അവളെ ഒന്ന് ഒളി കണ്ണിട്ട് നോക്കി അവൻ. അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് ആ ഇരിപ്പ് കണ്ടാൽ അറിയാം. മാലു, നേർത്തു പോയിരുന്ന അവന്റെ സ്വരം. ആ ശബ്ദം കാതിലേക്ക് പതിച്ചു ചാടി എഴുന്നേറ്റു അവൾ. മാലു, ഞാൻ ഫ്രണ്ട്സിനൊപ്പം അവർക്കൊരു പാർട്ടി എടുക്കാൻ പോയത്. കാത്തിരുന്ന് മുഷിഞ്ഞോ? അവന്റെ ആ ചോദ്യം ഇഷ്ടപ്പെടാതെ അവൾ തലവെട്ടിച്ചു. അതിന് നിങ്ങളാര് കാത്തിരിക്കുന്നു? അവളുടെ വാക്കുകളിലെ പരിഹാസം അവന് മനസ്സിലായി. മാലു, നിനക്കിനുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവും. ഓ ഗ്രേറ്റ്. അപ്പൊ അറിയാല്ലേ മിസ്റ്റർ? എങ്കിൽ പറ, എന്തിനായിരുന്നു ഈ വിവാഹം? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന്. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളോ നിങ്ങൾ തകർത്ത്. എന്തിനാ അങ്ങനെ ചെയ്ത്? പറയണോ, പറയാൻ. അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾ അലറി. മാലു, എനിക്ക് നിന്നെ അത്രക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ. ഇഷ്ടം? എന്നെ ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് യോഗ്യതയുണ്ടോ തനിക്ക്? സൗന്ദര്യമുണ്ടോ? പഠിപ്പുണ്ടോ? ഒന്നുമില്ല, ഒന്നും. പുച്ഛത്തോടെ അവൾ അവനെ നോക്കി പറഞ്ഞു. മാലു, നീ ഒന്നോർക്കണം, ഈ ലോകം സൗന്ദര്യമില്ലാത്തവനെയും പഠിപ്പില്ലാത്തവനെയും കൂടിയാണെന്ന്. ഒരച്ഛൻ്റെ സ്നേഹം തന്ന് എന്നെ വളർത്തിയ നിന്റെ അച്ഛനോടുള്ള കടപ്പാട് ഈ ജന്മത്തിൽ തീരില്ല മാലു എനിക്ക്. ആ മനുഷ്യൻ എന്നോട് ആവശ്യപ്പെട്ട് നിന്നെ വിവാഹം കഴിക്കണമെന്നാ. അത് നിഷേധിക്കാൻ എനിക്കാവുമായിരുന്നില്ല. സാവധാനം നീ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. സ്നേഹിക്കുക പോലും? ചുണ്ടുകൾ കൂട്ടിക്കൊണ്ടവൾ പറഞ്ഞു. ഞാൻ നിങ്ങളെ ഭർത്താവ് പോയിട്ടൊരു മനുഷ്യനായിട്ട് കൂടി പരിഗണിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ അച്ഛനെ മയക്കിയതുപോലെ എന്നെ മയക്കാന്ന് കരുതണ്ട. എൻ്റെ അനുവാദം കൂടാൻ എൻ്റെ ശരീരത്തിലെങ്ങാനും തൊട്ടാ കൊല്ലും നിങ്ങളെ ഞാൻ. അവൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടവൾ പറഞ്ഞു. ശേഷം മൂലയിലായിരുന്ന പായെടുത്ത് നിലത്തി വിരിച്ചു. മാലു, നീ കട്ടിൽ കിടന്നു, ഞാൻ നിലത്ത് കിടന്നോളാം. അത് കേൾക്കേണ്ട താമസം അവൾ കട്ടിലിന്റെ മൂലയിലായി പോയി കിടന്നു. നിലത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും കണ്ണന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവളുടെ അവഗണന അവൻ അത്രയേറെ വേദനിപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് മിഴിനീർ ചാലിട്ടൊഴുകി. തലയിണയിൽ മുഖമമർത്തി ശബ്ദം പുറത്തേക്ക് വരാതെ അവൻ തേങ്ങി. കുറച്ച് കരഞ്ഞു തീർന്നപ്പോൾ അവന് മനസ്സിന് കുറച്ച് സമാധാനം തോന്നി. എങ്കിലും ഉറക്കവനിൽ നിന്ന് അകന്നു തന്നെ നിന്നു. അവൻ പതിയെ എഴുന്നേറ്റ് മൊബൈൽ കയ്യിലെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. മേലിനെ അവളെ ഒന്ന് എത്തി നോക്കി. ചുമരിനോട് ചേർന്ന് കിടന്നുറങ്ങുന്നവളെ കാണെ അവൻ അവളോട് വല്ലാത്ത പരിഭവം തോന്നിപ്പോയി. പതിയെ അവൾക്കടുത്തായി വന്ന് കിടന്നു അവൻ. എന്തെങ്കിലും ഒരിക്കൽ നീ എന്നെ സ്നേഹിക്കുമോ മാലു? അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇത് ഗോവിന്ദ നാരായണൻ എന്ന എല്ലാവരുടെയും കണ്ണൻ. അച്ഛൻ നാരായണൻ, അമ്മ ഭവാനി. നാരായണൻ മാലുവിന്റെ അച്ഛൻ ജയദേവന്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫായിരുന്നു. ഒരു ദിവസം ബിസിനസ് ആവശ്യത്തിന് ജയദേവനോടൊപ്പം പോണ്ടിച്ചേരിയിലേക്ക് പോയി വരുമ്പോൾ എതിരെ വന്ന ലോറിയുമായി ജയദേവന്റെ കാർ കൂട്ടിയിടിച്ചു. ആ ആക്സിഡന്റിൽ നാരായണൻ അപ്പോൾ തന്നെ മരിച്ചു. ജയദേവൻ തലനാരിഴക്ക് രക്ഷപ്പെട്ടു. നാരായണന്റെ മരണത്തിന് ശേഷം ആകെ തകർന്ന കണ്ണനും ഭവാനിക്കും ഏക ആശ്രയം ജയദേവനും ഭാര്യ ഹേമയുമായിരുന്നു. ജയദേവന് പല പല ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെയും മറ്റു ഉത്തരവാദിത്തം അയാൾ കണ്ണനെ ഏൽപ്പിച്ചു. ജയദേവനും ഭാര്യ ഹേമയ്ക്കു 2 മക്കളാണ്. മൂത്തവൾ മാലിനി എന്ന മാലു, ഇളയവൾ മാധുരി എന്ന മാധു. അച്ഛന്റെ പണക്കൊഴുപ്പിൽ അഹങ്കരിച്ച് നടക്കുന്നവളായിരുന്നു മാലിനി. അധികം വണ്ണമോ പൊക്കമോ ഇല്ലാത്ത വെളുത്ത സുന്ദരിയായിരുന്നു അവൾ. കണ്ണനുമായുള്ള വിവാഹത്തിൽ നിന്ന് ഒരുപാട് ഒഴിഞ്ഞു മാറാൻ അവൾ നോക്കിയെങ്കിലും ജയദേവന്റെ വാശി കുമ്പിൽ അവൾക്ക് തോൽക്കേണ്ടി വന്നു. അയാളുടെ വാശിയിൽ അവൾക്ക് നഷ്ടമായത് അവളുടെ പ്രണയമായിരുന്ന കാർത്തികിനെയായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ മാലുവിന് കണ്ണനോട് പുച്ഛവും വെറുപ്പുമായിരുന്നു. മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി കണ്ണനെ പോലെ ഒരാളെ തന്നെ മരുമനാക്കിയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല അയാൾക്ക്. അവൾക്കാൻ വെറും ഒരു സ്റ്റാഫും പഠിത്തമില്ലാത്തവനൊക്കെ ആയിരുന്നു. എന്നാൽ ആ പിതാവിന് മുമ്പിൽ അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. തന്റെ മകളെ ജീവനേക്കാളേറെ സ്നേഹിക്കാൻ അവന് മാത്രമേ കഴിയൂ എന്ന് അയാൾക്ക് മനസ്സിലായി. അതുവരെ നിദ്രാദേവി കടാക്ഷിക്കാത്ത കണ്ണന് മാലുവിനോട് ചേർന്ന് കിടന്നപ്പോൾ ഉറക്കം വന്നിരുന്നു.
ഒന്നും അറിയാതെ അവൾ അവന്റെ നെഞ്ചിന്റെ ചൂടിൽ പതുങ്ങിക്കിടന്നു. സൂര്യരശ്മികൾ കണ്ണിലടിച്ചപ്പോഴാണ് മാലു മിഴികൾ തുറന്ന് തന്റെ വയറിലൊരു ഭാരം അനുഭവപ്പെട്ടവൾ നോക്കുമ്പോൾ കാണുന്നു 2 കൈകൾ തന്റെ വയറിൽ മുറുകിയിരിക്കുന്നതാണ്. ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന കണ്ണനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. പെട്ടെന്ന് തന്നെ അവൾ അവന്റെ കൈകൾ ശക്തിയിൽ കുടഞ്ഞെറിഞ്ഞു. ശരീരത്തിൽ എന്തോ അനക്കം തട്ടിയപ്പോൾ കണ്ണൻ വെപ്രാളത്തോടെ മിഴികൾ തുറന്നു. അപ്പോഴാണ് കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന മാലുവിനെ അവൻ കാണുന്നത്. അപ്പോഴാണ് താൻ ഇന്നലെ അവളോട് ചേർന്നാണ് കിടന്നുറങ്ങിയെന്ന ബോധം അവനുണ്ടായത്. പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അതെ, ഒന്നവിടെ നിന്നേ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ എന്റെ ശരീരത്തിൽ തൊട്ട്? അത് സോറി മാലു, നിലത്തിടന്ന് ശീലില്ലാത്തതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഇതുപോലെ. കുറ്റം ചെയ്ത കൊച്ചുകുട്ടിയെ പോലെ അവൻ മുഖം കുനിച്ച് നിന്നു. ഇനിയെങ്ങാൻ ഇതുപോലെ ഉണ്ടായാ അറിയാതെ തനിക്കെന്നെ? അല്ലെങ്കിൽ വാക്കിന് വിലയില്ലാത്തവനല്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കാർത്തികിനെയാണ് ഇഷ്ടമെന്ന്. എന്നിട്ടോ കേട്ടോ നിങ്ങൾ? അവളുടെ വായിൽ നിന്ന് കാർത്തിക് എന്ന പേര് വീണ്ടും കേട്ടതും അവന്റെ ഹൃദയം പിടഞ്ഞു. ശേഷം മുടിയൊന്ന് വാരിക്കെട്ടി മാലു അടുക്കളയിലേക്ക് നടന്നു. ഭവാനിയുമായി ചെറിയ അടുപ്പമുണ്ടായിരുന്നു മാലുവിന് പണ്ടേ. അവൾ വന്നപ്പോൾ അവരവൾക്ക് നേരെ ഒരു ചായ ഗ്ലാസ് നീട്ടി. അത് വാങ്ങി അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് അവിടെ കണ്ണൻ വന്ന്. ഒരു കൈലിയും ടീഷർട്ടുമായിരുന്നു അവന്റെ വേഷം. പതിവില്ലാത്ത ശീലങ്ങളാണല്ലോടാ കണ്ടാ നിനക്ക്. അവരെ നോക്കി ചിരിയോടെ അവർ പറഞ്ഞു. അവന്റെ പെണ്ണ് വന്നപ്പോഴുള്ള ഓരോ മാറ്റേ. അപ്പോഴും അവന്റെ കണ്ണുകൾ മാലുവിൽ തന്നെ ആയിരുന്നു. തന്നെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ മറ്റെങ്ങോ നോക്കിയെന്ന് ചായ കുടിക്കുന്ന അവളെ കാണെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മാലു, എനിക്കൊരു ചായ വേണം. അവൻ അവളെ നോക്കി അരുമയായി പറഞ്ഞു. അണപ്പല്ലിൽ അവനോടുള്ള ദേഷ്യം കടിച്ചമർത്തി അവൾ അവന് നേരെ ഒരു ഗ്ലാസ് ചായ നീട്ടി. ആ ചായ വാങ്ങി അവൻ ചുണ്ടോട് അടുപ്പിച്ചു. ശേഷം മെല്ലെയൊന്ന് ചിരിച്ചു. എല്ലാം കണ്ട് ചിരിയോടെ നിൽക്കുകയാണ് ഭവാനി. ഉമ്മറത്തിണ്ണിയിലിരുന്ന് പത്രം വായിക്കായിരുന്ന കണ്ണന്റെ അടുത്തേക്ക് മാലു വന്നു നിന്നു. അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ പോയി എടുത്തു കുടിക്കണം, അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കണം. അല്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത്. ദേഷ്യത്തിൽ അവൾ അവനെ നോക്കി പറഞ്ഞു. അതെങ്ങനെയാ ഭാര്യ? ഇനി എന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നീയല്ലേ? ബാബേതേതുമില്ലാതെ പറയുന്നവനെ കാണെ അവൾക്ക് ദേഷ്യം വന്നു. ഭാര്യ? പുച്ഛത്തോടെ അവൾ പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അവനെ ചൊടിപ്പിക്കാനായി അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. തന്റെ നേരെ നീണ്ട അവളുടെ വിരലിൽ അവനൊന്ന് ചുംബിച്ചു. പെട്ടെന്നുണ്ടായ അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പകച്ചു. ശേഷം ദേഷ്യത്തോടെ അവനെ നോക്കി. എന്റെ കൃഷ്ണ, ആ പോയ സാധനത്തിനെ ഞാൻ എങ്ങനെ മെരുക്കിയെടുക്കും? അവൾ പോയ വഴിയെ നോക്കി അവൻ പറഞ്ഞു. കണ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രവൃത്തി ഓർക്കവേ മാലുവിന് സങ്കടം വരുന്നുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ അച്ഛനോടൊപ്പം വീട്ടിലേക്ക് വന്നിരുന്ന കണ്ണനോട് ആദ്യമൊക്കെ സ്നേഹം തോന്നിയിരുന്നു. നാരായണനെങ്കിൽ പോയതോടെ അച്ഛൻ സ്നേഹവും വാത്സല്യം അയാൾക്കാണ് നൽകിയത്. ഒരുപക്ഷെ തന്നേക്കാൾ അല്ലെങ്കിൽ മാധുവിനേക്കാൾ അച്ഛൻ സ്നേഹിച്ച അയാളെയാണ്. പലപ്പോഴും കണ്ടിട്ടുണ്ട് തനിക്ക് നേരെ നീളുന്ന അയാളുടെ നോട്ടത്തെ. അത് കണ്ണിൽ നിന്ന് അടിച്ചിട്ടുമുണ്ട്. കേവലം ഒരു സ്റ്റാഫായ അയാൾക്ക് അച്ഛൻ കൊടുക്കുന്ന സ്നേഹം, പരിഗണന, അതൊക്കെ തനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തരം കിട്ടുമ്പോഴൊക്കെ പലതും പറഞ്ഞ അയാളെ കളിയാക്കിയിരുന്നു. പലപ്പോഴും തന്നോട് മിണ്ടാനും എടുക്കാനും ശ്രമിക്കുന്ന അയാളോട് ദേഷ്യമല്ലാതെ മറ്റൊന്നും തോന്നിയിട്ടില്ല. താൻ ഏറെ വെറുക്കുന്ന അയാളുടെ ഈ താലി എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. കഴുത്തിൽ കിടക്കുന്ന താലിൽ മിഴികൾ ഊന്നിക്കൊണ്ട് അവൾ പറഞ്ഞു. ജയേട്ടാ, മാലുവിനെ ഒന്ന് വിളിക്കണ്ടേ? എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജയദേവന്റെ അരികിലായി വന്നുകൊണ്ട് ഹേമ പറഞ്ഞു. അതിന് നമ്മളോട് അവൾക്ക് വാശിയും ദേഷ്യമൊക്കെ അല്ലേ? വിളിച്ചാലും സംസാരിക്കില്ല അവള്. ദയനീയമായി ഭാര്യയെ നോക്കി അയാൾ പറഞ്ഞു. പലപ്പോഴും കണ്ടിട്ടുണ്ട് കണ്ണന്റെ കണ്ണിൽ അവളോടുള്ള സ്നേഹത്തെയും പ്രണയത്തെയും. എങ്കിലും അർഹതയില്ലെന്ന കാരണത്താൽ അവനെല്ലാം ഒളിപ്പിച്ചു വെച്ചു. അവൾ കാർത്തികിനെ പ്രണയിച്ചിരുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ കണ്ടതാ ആ കണ്ണുകളിലെ പിടച്ചില്. നിനക്കെന്റെ മോളെ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് കരയുന്ന കണ്ണനെ ഞാൻ എത്രയോ വട്ടം ആശ്വസിപ്പിച്ചിരിക്കുന്നു. അവളെ ഇത്രയും സ്നേഹിക്കുന്ന അവനല്ലാതെ മറ്റാർക്കാ ഞാൻ അവളെ കൊടുക്കേണ്ടത്? നമ്മുടെ മോള് സ്നേഹിച്ച നല്ലൊരുത്തിനായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. അവളുടെ ആഗ്രഹം പോലെ അവന് തന്നെ അവളെ കൊടുത്തേനെ. പക്ഷേ പറഞ്ഞു പൂർത്തിയാക്കാതെ അയാൾ വിതുമ്പി. ഒരിക്കൽ നമ്മുടെ മോൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യട്ടാ. അന്ന് അവൾ ജീവനേക്കാളേറെ അവനെ സ്നേഹിക്കുകയും ചെയ്യും. അയാളെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു. കണ്ണന്റെ വീടിന്റെ പുറകിലായി പടർന്നു പന്തലിച്ചിരിക്കുന്ന തേന്മാവിലായിരുന്നു മാലുവിന്റെ നോട്ടം മുഴുവനും. അതിൽ നിറയെ പഴുത്ത മാങ്ങകൾ. അത് കണ്ടപ്പോഴേ അവളുടെ വായിൽ വെള്ളം മൂറി. മാവിൽ തന്നെ മിഴികൾ നട്ടു നിൽക്കുന്ന മാലുവിനെ കണ്ണൻ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ താഴേക്ക് വന്ന് മാവിലേക്ക് കയറി പറ്റുന്ന മാങ്ങകൾ അടർത്തി നിലത്തേക്ക് ഇട്ടു. ഒരു മാങ്ങയെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. എനിക്കങ്ങ് വേണ്ട തന്റെ മാങ്ങ. അതുവരെ ഉണ്ടായിരുന്ന അവന്റെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മങ്ങി. എന്തോ അവന്റെ മുഖത്ത് ആ നിരാശ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയിൽ അവൾ അവനിൽ നിന്ന് ആ മാങ്ങ വാങ്ങി ഒരെണ്ണെടുത്ത് കടിച്ചു. പെട്ടെന്ന് ആ മുഖം ശോഭിക്കുന്നവൾ കണ്ടു. അമ്മേ, ദേ ചേച്ചിയും കണ്ണേട്ടനും വന്നു.
അകത്തേക്ക് നോക്കി മാധു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ മക്കളെ അകത്തേക്ക് വാ. രണ്ടുപേരെയും നോക്കി സ്നേഹത്തോടെ പറഞ്ഞ് ജയദേവന് ഹേമയും. വലിയ താല്പര്യമില്ലാതെ എല്ലാവരെയും നോക്കി മാലു അകത്തേക്ക് കയറി. ജയദേവനോട് പഴയതുപോലെ അടുപ്പം കാണിക്കാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ മാലു ശ്രമിച്ചില്ല. അവളുടെ മുന്നിൽ തന്റെ പ്രണയത്തെ നഷ്ടപ്പെടുത്തിയ, തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച സ്വാർത്ഥനായ ഒരു അച്ഛനാണ് അയാൾ. ചേച്ചിക്ക് ഇനിയെങ്കിലും കണ്ണേട്ടനൊന്ന് സ്നേഹിച്ചൂടെ? പാവ ചേച്ചി കണ്ണേട്ടൻ. ചേച്ചി എന്നാ ചേട്ടന് ജീവനാ. കണ്ണന് വേണ്ടി മാലുവിനോട് സംസാരിക്കുകയാണ് മാധു. ചതിയനായാള്. ഞാൻ ഒരിക്കലും അയാളെ സ്നേഹിക്കില്ല. എന്റെ കാർത്തികിനെ എന്നിൽ നിന്ന് അയാൾ അകറ്റി. നമ്മുടെ അച്ഛനെ അമ്മയെ അങ്ങനെ എല്ലാം എന്നിൽ നിന്ന് അകറ്റിയവൻ. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എല്ലാം ചേച്ചിയുടെ തോന്നല. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ചേച്ചി എന്ന് വെച്ചാൽ ജീവനല്ലേ. ചേച്ചിയെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. ചേച്ചിക്ക് വേണ്ടി കണ്ണേട്ട് എന്തും ചെയ്യും ചേച്ചി, എന്തും. ദയനീയമായി മാധു പറഞ്ഞു. മതി നിർത്ത്. നീ പോലെ അയാളെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. എല്ലാവർക്കും അയാളെ മതി. ചേച്ചി ആ കാർത്തിക്, അവനെന്റെ ചേച്ചിയെ ചതിക്കുകയായിരുന്നു. കാർത്തികിന്റെ മുഖം മനസ്സിലേക്ക് വന്നു. ദേഷ്യത്തോടെ മാധു പറഞ്ഞു. നീ ഇനി ഒരു അക്ഷരം കാർത്തികിനെ പറ്റി പറഞ്ഞ അനിത്യാണെന്ന് ഞാൻ നോക്കില്ല. മാധുവിന് നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് മാലു പറഞ്ഞു. എന്നീ താലി എന്റെ കഴുത്തിൽ വീണോ അന്നു മുതൽ ഞാൻ അവൻ എന്റെ മനസ്സിൽ നിന്ന് വായിച്ചു കളഞ്ഞു. എന്ന് വെച്ച് ഒരു തെറ്റും ചെയ്യാത്ത അവനെ കുറ്റക്കാരനാക്കിയാലുണ്ടല്ലോ. ഒരു താക്കീതോടെ മാലു പറഞ്ഞു. ചേച്ചി ഒരിക്കൽ ചേച്ചി എല്ലാ സത്യങ്ങളും അറിയും. അന്നൊരു പക്ഷേ ഒരു പശ്ചാത്താപം കൊണ്ടുപോലും നിനക്ക് നിന്റെ തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞു വരില്ല. ഓർത്തോ? അവളെ നോക്കി അവസാന വാക്കുന്നോണം മാധു പറഞ്ഞു. ഇന്ന് വൈകിട്ട് നീയും കണ്ണനും കൂടി അമ്പലത്തിൽ പോയി തൊഴുതു വരണം. ഹേമ മാലുവിനോട് പറഞ്ഞു. അത് കേട്ട മാലുവിന് ദേഷ്യമാണ് വന്ന്. അമ്മയ്ക്ക് വച്ചിട്ട് മതിയായില്ലേ എന്നെ കൂടി ഈ വേഷം കെട്ടിച്ചിട്ട്? മോളെ, കണ്ണനൊരു പാവ. നീ ഇപ്പോഴും അവനൊരു അന്യനായി കാണുന്നോണ്ടാ ഇങ്ങനെയൊക്കെ നിനക്ക് തോന്നുന്നത്. അച്ഛന് സീമന്തമാനുള്ള സ്നേഹം കൊണ്ടല്ലേ അയാൾ എന്റെ തലയിൽ വെച്ച് കെട്ടിത്തന്ന്. മതിയായി കൂടി ഇനിയെങ്കിലും. ദേഷ്യം മാറാതെ മാലു ഹേമയെ നോക്കി ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കേട്ട് ഒരു ചുമരിനപ്പുറം നിന്നിരുന്ന കണ്ണന്റെ മനസ്സ് മരവിച്ചു പോയി. ഇത്രത്തോളം നീ എന്നെ വെറുക്കുന്നുവോ പെണ്ണേ? മൗനമായി മിഴിനീർ വാർത്തുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. ജയദേവന്റെ വാശിക്ക് മുമ്പിൽ കണ്ണനോടൊപ്പം അമ്പലത്തിൽ പോവുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. കുളിച്ച് റെഡിയായി തന്നെ മുമ്പിൽ നിൽക്കുന്ന മാലുവിലേക്ക് ഒരു വേള കണ്ണന്റെ മിഴികൾ നീണ്ടു. കറുത്ത കരയുള്ള സെറ്റ് സാരിയിൽ അധികം സമയങ്ങളൊന്നുമില്ല ആ മുഖത്ത്. എങ്കിലും അവൾ സുന്ദരിയായിരുന്നു. അപ്പോഴാണ് അവൾ അവനെ ശ്രദ്ധിക്കുന്നത്. തന്റെ സാരിയുടെ അതേ കളർ ഷർട്ടാണ് അവനും ഇട്ടിരിക്കുന്നത്. മനഃപൂർവ്വല്ലേ നിങ്ങൾ എന്റെ സാരിയുടെ കളർ ഷർട്ട് തന്നെ ഇട്ടത്? എന്തേ, പാടില്ലാന്നുണ്ടോ? അവൾ നോക്കി കുസൃതിയോടാൻ ചോദിച്ചു. മനസ്സിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഏത് കളറിലെ ഡ്രസ്സ് ഇട്ടാൽ ഇരുട്ടായിരിക്കും. അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ വാക്കുകൾ നെയ്ത അസ്ത്രം അവന്റെ നെഞ്ചിൽ തുളച്ചു കയറി. അമ്മേ ദേവി, നീ എന്താ എനിക്കായിട്ട് കാത്തു വെച്ചിരിക്കുന്നത്? ഈ താരി എന്റെ കഴുത്തിൽ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വലിച്ചു പൊട്ടി ചെങ്കോട്ടയിൽ ഓടി ഒളിക്കാൻ തോന്നുക. തിരുനടയിലുള്ള ദേവി വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് അവൾ പ്രാർത്ഥിച്ചു. നെറ്റിയിൽ എന്തോ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവൾ തന്നെ മിഴികൾ തുറന്നു. ഇലച്ചീന്തിൽ നിന്നൊരു നുള്ള കുങ്കുമം അവൻ അവളുടെ നെറ്റിയിലും സീമന്തിരേഖയിലും തൊട്ടുകൊടുത്തു. ഒരു നിമിഷം ഇരുമിഴികളും ഒന്ന് കോർത്തു. അവന്റെ കണ്ണുകളിലെ പ്രണയാർദ്രഭാവം കണ്ട് അവൾ തന്നെ മിഴികൾ അവനിൽ നിന്നും വേർപ്പെടുത്തി. ദൈവമേ, എനിക്കെന്റെ മാലുവിനെ വേണം, അവളുടെ സ്നേഹം വേണം. ഒരിക്കൽ കൂടി ഭഗവാന് മുമ്പിൽ നിറമിഴികളോടെ പ്രാർത്ഥിച്ചവൻ. രാത്രിയിൽ എല്ലാവരും ചേർന്ന് അത്താഴം കഴിക്കുമ്പോൾ തന്റെ പ്ലേറ്റിൽ വിരലിട്ടിളക്കുന്ന മാലുവിനെ കണ്ണൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് അവൻ അവൾക്ക് നേരെ ഒരുള്ള ചോറ് നീട്ടി. എന്നാൽ അത് കാണാത്ത പോലെ വാശിയിലിരുന്നു മാലു. മാലു, ചോറ് വാങ്ങി കഴിക്കേ. ജയദേവൻ മകളോടായി പറഞ്ഞു. എനിക്ക് വേണ്ട. ദേഷ്യത്തോടെ അവൾ തലവെട്ടിച്ചു. അവൻ നിന്റെ ഭർത്താവാ. അവന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാങ്ങി കഴിച്ചെന്ന് പറഞ്ഞ് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അയാൾ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞ്? അത്രയും പറഞ്ഞവൾ അവന്റെ കൈയുള്ള ആ ഉരുള ചോറിനെ തട്ടിയെറിഞ്ഞു. പെട്ടെന്നാണ് ജയദേവന്റെ എച്ചിൽ കൈ അവിടെ കരണത്ത് പതിഞ്ഞത്. അച്ഛനെ തല്ലിയല്ലേ? ഇയാൾക്ക് വേണ്ടി അച്ഛനെ തല്ലി. തന്റെ കവളിൽ കൈ ചേർത്തവൾ പറഞ്ഞു. പണ്ടും അച്ഛൻ ഇങ്ങനെയാ. ഇയാൾക്ക് വേണ്ടി എന്ത് ചെയ്യും, എന്തും. അവിടെ മകളായി എന്നെ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ച കാർത്തിനെ ഇയാൾക്ക് വേണ്ടി അച്ഛനെ ഒഴിവാക്കി. എത്രയോ പറഞ്ഞ എനിക്ക് ഇയാളെ ഇഷ്ടമല്ലെന്ന്. അപ്പോഴും അച്ഛന് മകളുടെ ഇഷ്ടമായിരുന്നില്ല വലുത്. വളർത്തുമകനുള്ള സ്നേഹമായിരുന്നു വലുത്. ഇയാൾ എനിക്ക് വെറുപ്പാ, അറപ്പാ. ഒരിക്കലും ഞാൻ ഇയാളെ സ്നേഹിക്കില്ല. നിർത്തടി. നീ കുറെ നേരമായാലോ പറയുന്നു ഞാൻ സ്നേഹിച്ച ഇവനെയാണെന്ന്. അതേടി, എനിക്ക് ഇവനെയാ കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയോ? അതെന്റെ കടമയും ഉത്തരവാദിത്തമായതുകൊണ്ട്. ഡ്രൈവിങ്ങിലുള്ള എന്റെ അശ്രദ്ധ കൊണ്ടാ നാരായണൻ മരിച്ചത്. ഉറക്കം കണ്ണുകളെ മാടി മാടി വിളിച്ചപ്പോ ഒത്തിരി പറഞ്ഞതാ നാരായണൻ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്താൻ. എന്നാൽ എന്റെ അമിത ആവേശം, അല്ലെങ്കിൽ ഈഗോ, നാരായണൻ പറഞ്ഞു കേൾക്കാൻ വീണ്ടും ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നാ ബാലൻ സിറ്റി കാർ ലോറിയായിട്ട് കൂട്ടിയിടിച്ച്. അല്ലെങ്കിൽ നാരായണൻ ഇപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു. ഇവനിവന്റെ അച്ഛനെ നഷ്ടപ്പെടുത്തിയ ദുഷ്ടനാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇവനെ സംരക്ഷിക്കണ്ടേ, സ്നേഹിക്കണ്ടേ?
അയാളുടെ ആ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും ഞെട്ടി. കണ്ണൻ മാത്രം നിശബ്ദനായി നിന്നു. മാലുവിന് അതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. കണ്ണന്റെ മുഖം കാണെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും ഇവൻ എന്നെ ഇന്നേവരെ ഒന്ന് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. കണ്ണന് ചൂണ്ടി ജയദേവൻ പറയുമ്പോൾ മാലു നിശ്ചലയായി നിന്നു. പിന്നെ നിന്റെ കാർത്തിക്, അവൻ ഒന്നാന്തരം ഫ്രോഡാ. സത്യത്തിൽ അവനിൽ നിന്ന് നിന്നെ രക്ഷിച്ച പോലും ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവാ. അത് കേട്ടപ്പോൾ മാലു വിശ്വാസം വരാതെ വീണ്ടും അവനെ നോക്കി. ഒരിക്കൽ എല്ലാ സത്യങ്ങളും നീ അറിയും മാലു. അന്ന് എന്റെ മോള് ദുഃഖിക്കും. ഒരുപാട്. ഇവന് നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തതാ ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. എന്നെങ്കിലും ഒരിക്കൽ നീ അവനെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു ഞാൻ കരുതി. പക്ഷേ എനിക്ക് തെറ്റി. എന്റെ മകൾ ഇത്രയ്ക്ക് ക്രൂരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി ഇവനെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. ഞാനായി തുടങ്ങി വെച്ച നിങ്ങളുടെ ബന്ധം ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കും. 6 മാസം, അതുവരെ എന്റെ മോൾ സഹിച്ചാൽ മതി. നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് ചെയ്യാൻ നടത്തിയിരിക്കും. എന്തോ അയാളുടെ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെ അവളുടെ നെഞ്ചിൽ തുളച്ചു കയറി. ഏതാണ്ട് അതേ അവസ്ഥ തന്നെയായിരുന്നു കണ്ണനും. മോൻ എന്നോട് ക്ഷമിക്കണം. നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമൊന്നും എന്റെ മക്കൾക്കില്ല. ഇനി നീ വിഷമിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. അത്രയും പറഞ്ഞാൽ അവന് നോക്കി കൈകൾ കൂപ്പി. ഇല്ല സർ, അച്ഛനോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലും ഇവൾ എന്നെ സ്നേഹിക്കുന്ന കരുതി ജീവിച്ച ഞാനാ വിട്ടി. മാലുവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞ കണ്ണൻ. ഞാൻ കാരണം മാലു വിഷമിക്കണ്ട. ഒരു ഭർത്താവിന്റെ അവകാശവും പറഞ്ഞ് ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. അച്ഛൻ പറഞ്ഞ പോലെ 6 മാസം, അത് കഴിഞ്ഞാൽ നിനക്ക് എന്നിൽ മോചനം ലഭിക്കും. അത് പറയുമ്പോൾ അവന്റെ വാക്കുകൾ ഇടറി. അവന്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് മാലു കേട്ട് നിന്ന്. ഹേമയും മാധു അവനെ ഓർത്ത് മിഴിനീർ പൊഴിച്ചു. പിറ്റേന്ന് മാലു ഒഴികെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് കണ്ണൻ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആദ്യമായുള്ള അവന്റെ അവഗണനയിൽ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. തന്നെ കൂട്ടാതെ പോയതിൽ ചെറിയൊരു പരിഭവം അവൾക്ക് അവനോട് തോന്നി. വീട്ടിലെത്തിയ കണ്ണൻ അമ്മയുടെ ചോദ്യങ്ങൾ കാത്തിൽക്കാതെ മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. അതുവരെ പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീരിനെ അവനെ ഒഴുക്കി വിട്ടു. എങ്കിലും നീ എന്നെ അറിഞ്ഞില്ലല്ലോ പെണ്ണേ. നിന്നെ എനിക്കെങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയും? നിനക്കെന്നെ വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? നിന്നെയും കാത്ത് ഇനി എത്ര നാൾ? ഇവിടെ മാലുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ആദ്യമായി കണ്ണേട്ടൻ തന്നെ അവഗണിച്ചപ്പോൾ, തന്നെ കൂട്ടാതെ പോയപ്പോൾ തനിക്ക് എന്തിനാണ് ഇത്രയും സങ്കടം തോന്നുന്നത്? കണ്ണേട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച തനിക്കിത് എന്താണ് പറ്റിയത്? കണ്ണേട്ടൻ ആദ്യമായി തന്റെ വായിൽ നിന്ന് വീണ പേര് കണ്ണേട്ടൻ. വീണ്ടും അവൾ ആ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നു. സത്യത്തിൽ കണ്ണേട്ടൻ പാവല്ലേ? പിന്നെ എന്തിനായിരുന്നു എനിക്ക് ആ മനുഷ്യനോട് ഇത്ര ദേഷ്യം തോന്നിയത്? കണ്ണേട്ടനോളം നല്ലൊരു മനസ്സ് ആർക്കുമില്ലെന്ന് തിരിച്ചറിയാൻ ഞാൻ ഏറെ വൈകിപ്പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ണന്റെ അഭാവളിൽ വേദന നിറച്ചു. കണ്ണൻ പോയതിൽ പിന്നെ ആരും തന്നെ അവളോട് മിണ്ടിയിരുന്നില്ല. അത് അവളിൽ വല്ലാത്ത അസ്വസ്ഥത നിറച്ചു. ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയല്ലേ, എന്നെ വന്നൊന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കൂടെ? അവന്റെ മുഖമോർത്തുകൊണ്ട് അവൾ പരിഭവത്തോടെ പറഞ്ഞു. അവനെയും കാത്ത് എന്നും ഉമ്മറത്തിണ്ണയിൽ അവൾ ഉണ്ടാവും. എന്നാൽ അവൻ വന്നിരുന്നില്ല. അപ്പോഴേക്ക് അവളുടെ കണ്ണുകളിൽ കണ്ണുനീര് ഉരുണ്ടുകൂടും. അവളുടെ അഭാവം അവനെയും ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. പലപ്പോഴും അവളെ കൂട്ടാനായി പോകണമെന്ന് കരുതുമെങ്കിലും അവൾ കൂടെ വന്നില്ലെങ്കിലോ എന്നോർത്ത് പിന്മാറും. മകന്റെ അവസ്ഥയിൽ ആ അമ്മ മനം പിടഞ്ഞു. ആദ്യമായി തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയിൽ സ്നേഹത്തോടെ അവളൊന്ന് വിരലോടിച്ചു. അതിലെ ഗോവിന്ദ എന്ന പേര് കാണെ ആദ്യമായി അവളുടെ ചുടികളിൽ നാണം വിരിഞ്ഞു. അവൾ മെല്ലെ അതിലൊന്ന് ചുണ്ടിയേർത്തു. വന്നൂടെ കണ്ണേട്ട എന്നെ ഒന്ന് കാണാൻ? താലിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ആ സാമീപം ഏറെ കൊതിക്കുന്നുണ്ട്. പ്രണയമാണോ എനിക്ക് നിങ്ങളോട്? ഒരിക്കലും ഈ താലിയെ വരിഞ്ഞു മുറുക്കുന്ന പോലെയാണ് തോന്നിയതെങ്കിൽ ഇന്നിതെൻ്റെ ജീവനാണ്, എൻ്റെ ശ്വാസമാണ്. ഇത് കെട്ടിത്തന്ന ആളോടും എനിക്ക് സ്നേഹമാണ്, പ്രണയമാണ്. അതോർക്കവേ മാലുവിന്റെ മുഖം നാണത്താൽ ചുവന്നു പോയിരുന്നു. മാലു ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ണനാകെ തകർന്ന അവസ്ഥയിലാണ്. ഷോപ്പിലേക്കൊന്നും അവനിപ്പോൾ പോവാറേയില്ല. എപ്പോഴും വീടിനുള്ളിൽ അങ്ങനെ ഒതുങ്ങിക്കൂടും. അവളില്ലായ്മയിൽ അവനൊരു ഭ്രാന്തനായി മാറിയിരുന്നു. വന്നൂടെ എൻ്റെ അടുത്തേക്ക്? അവളുടെ ഫോട്ടോയിൽ നോക്കി അവൻ ചോദിച്ചു. പിരിഞ്ഞിരിക്കാനാവാതെ ആഴത്തിൽ പ്രണയിച്ചുകൊണ്ടിരുന്നു അവർ രണ്ടുപേരും. ഇനിയും തന്റെ കണ്ണേണ്ട തനിക്ക് കാണാനാവില്ലെന്ന് മനസ്സിലാക്കിയ മാലു ഒരു ദിവസം ബാഗൊക്കെ പാക്ക് ചെയ്ത് അവന്റെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. അല്ല, എങ്ങോട്ടാ എന്റെ പുന്നാര മോള്? കയ്യിലിരുന്ന ബാഗിലേക്കും അവളിലേക്ക് നോട്ടെറിഞ്ഞുകൊണ്ട് ജയദേവൻ ചോദിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാ. അവിടെയാണല്ലോ ഞാൻ ജീവിക്കേണ്ടത്. അവൾ വീറോടെ അയാളെ നോക്കി പറഞ്ഞു. കേട്ടോടി നമ്മളെ മോള് പറയുന്നത് അവൾ അവിടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണെന്ന്. അവളെ നോക്കി അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. ഇത്രയും നാളില്ലാതിരുന്ന ഭർത്താവ് നിനക്ക് എവിടുന്ന് വന്നു? ഈ ജയദേവന് വാക്കൊന്നേയുള്ളൂ, നീ ഇനി അവന്റെ ജീവിതത്തിൽ വേണ്ട. 6 മാസം കാത്തിരുന്നാ മതി. നീ ആഗ്രഹിച്ച പോലെ നിനക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടാം. പറ്റില്ല, എനിക്ക് പോകണം എൻ്റെ കണ്ണേട്ടൻ്റെ അടുത്തേക്ക്. എനിക്ക് ആ മനുഷ്യനോട് ഇപ്പൊ സ്നേഹ പ്രണയ. ഞാൻ ഒരിക്കലും എൻ്റെ കണ്ണേട്ടനെ വിട്ടെങ്ങും പോവില്ല.
അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് അവൾ വാശിയോടെ പറഞ്ഞു. സ്നേഹം എവിടെ ആയിരുന്നടി നിന്റെ സ്നേഹം ഇത്രയും കാലം? അവൾ നോക്കി വീണ്ടും പരിഹസിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അവനിനി നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെ വേണേലും ഒപ്പിട്ടുതരാന്നും പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് കടന്നില്ലെന്ന്? ഇനി അവനെ ദ്രോഹിക്കാനോ? ജയദേവന്റെ വാക്കുകൾ കേട്ട മാലു ഒരു നിമിഷം തറഞ്ഞിന്ന് പോയി. എന്നെ വേണ്ടാന്നോ? അച്ഛൻ കള്ളം പറയുന്ന വിശ്വാസം വരാതെ അവൾ അയാളോട് പറഞ്ഞു. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ മിഴിനീർ ചാലിട്ടൊഴുകി. അവളുടെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങി അയാൾ അതകത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒന്നും ചെയ്യാനാവാതെ നിർവികാരയായി അവൾ അങ്ങനെ നിന്നു. മകളെ നോക്കി വിഷമത്തോടെ ഹേമയും നിന്നു. എങ്ങനെ തോന്നി കണ്ണേട്ടാ നിങ്ങൾക്ക്? അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതിന് ഇത്ര വലിയ ശിക്ഷ എനിക്ക് തരണം. കട്ടിലേക്ക് വീണുകൊണ്ടവൾ പൊട്ടി പൊട്ടി കരഞ്ഞു. ഒരിക്കൽ ഞാൻ ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് കരുതിയിരുന്നെങ്കിൽ ഇന്ന് ഇതെന്റെ ജീവനാ, ജീവിത. ഇതെന്നും എന്റെ കഴുത്തിൽ ഇതുപോലെ കാണണേ ഭഗവാനെ. കണ്ണേട്ടിനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയില്ല. ഭഗവാന് മുമ്പിൽ തന്റെ സങ്കടങ്ങൾ കണ്ണീരോടെ ഇറക്കി വെക്കുകയാണ് മാലു. മാലി ആരുടെയോ ശബ്ദം കാതിലേക്ക് വെച്ച് അവൾ തിരിഞ്ഞു നോക്കി. വനജേച്ചി ചിരിയോടെ അവൾ വിളിച്ചു. സുഖാണോ മോളെ? വെറുതെ ഒന്ന് മോളി അവൾ. കണ്ണൻ ചുറ്റിലും മിഴികൾ പായിച്ചുകൊണ്ട് അവർ തിരക്കി. അത് എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്ന് പരിങ്ങി. വന്നില്ലേ? ഇല്ലേച്ചി, ഞാൻ തനിച്ചാ വന്ന്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. വനജ മാലുവിന്റെ അച്ഛന്റെ ഷോപ്പിലെ സ്റ്റാഫാണ്. ഒരു സ്റ്റാഫ് എന്നതിലുപരി അവരുമായി നല്ല അടുപ്പമാണ് മാലുവിന്റെ കുടുംബത്തിനുള്ളത്. നിന്റെ ഭാഗ്യ മോളെ, കണ്ണിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയത്. അവനുള്ളതുകൊണ്ടാ ഞാനും എൻ്റെ മോളും നീ ജീവനോടെ ഇരിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ മാലു അവർ ഉറ്റുനോക്കി. ആ കാർത്തികില്ലേ, അവൻ ഡ്രഗ്സിന് അടിമയാ. എൻ്റെ മോൾക്ക് ഡ്രഗ്സ് കൊടുത്ത് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അതുപോരായിട്ട് അവളുടെ വീഡിയോസ് ഫോണിൽ പാർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ മോൾ അവനെ വിശ്വസിച്ച് പോയി മോളെ, സ്നേഹിച്ചു പോയി. വനജ പറയുന്നിട്ട് മാലു തരിച്ചെന്ന് പോയി. കാർത്തികോ? വിറച്ചു പോയിരുന്ന അവളുടെ സ്വരം. വിശ്വാസം വരാതെ അവൾ വീണ്ടും ചോദിച്ചു. അതേ മോളെ, അവൻ തന്നെ, മോളെ സ്നേഹിച്ചവൻ, ആ കാർത്തിക്. അവനൊരു ചതിയനാ മോളെ. എൻ്റെ മോളെ സ്നേഹം നടിച്ച് ചതിച്ചു. ആത്മഹത്യയിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിച്ച കണ്ണനാ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണൻ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. അവനിട്ട് കണ്ണൻ നല്ലോണം പൊട്ടിക്കുകയും അവൻ്റെ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിലുള്ള മോളുടെ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് മോളുടെ ഫോട്ടോസ് അതിൽ ഞാൻ കാണുന്നു. നീ അവന് പ്രണയത്തിലാണെന്നും നീ അവന് വഴങ്ങുന്നില്ലെന്നും വേണ്ടി വന്ന നിനക്കും ഡ്രഗ്സ് എന്ന് നിന്നെയും യൂസ് ചെയ്യുന്നു. അവനവൻ്റെ ഫ്രണ്ടിനെ അയച്ചൊരു വോയിസ് ഉണ്ടായിരുന്നു അതിൽ. എല്ലാം കേട്ട കണ്ണൻ മോനും നിന്റെ അച്ഛനും ആകെ തകർന്നു പോയിരുന്നു. പിന്നീട് അവനെ കണ്ണൻ ചാവാൻ പരുവത്തിനാക്കിയായിരുന്നു. സഹിക്കും അവൻ്റെ പെണ്ണിനെ ചതിക്കാൻ നോക്കിയവനോട്. അവനത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 1 മാസം അവൻ ആ കാർത്തിക് ഹോസ്പിറ്റലിൽ കിടന്ന് അറിയിച്ച്. എല്ലാം കേട്ട് തളർന്നു വീഴുമെന്ന് തോന്നിപ്പോയി മാലുവിനെ. വീണു പോവാതിരിക്കാൻ അവൾ വനജയുടെ കൈകൾ മുറുകെ പിടിച്ചു. കണ്ണം പാവാ മോളെ, നീ എന്നാ അവന് ജീവന. അവനെ പോലെ നിന്നെ ആർക്കും ഈ ഭൂമിയിലും സ്നേഹിക്കാൻ കഴിയില്ല. നീ ഭാഗ്യവതിയാ കുട്ടി. അവരുടെ വാക്കുകൾ കേട്ട മാലുവിന്റെ കണ്ണുകളിൽ നിന്ന് കുറ്റബോധത്തിന്റെ നീർത്തുള്ളികൾ ഉതിർന്നു വീണു. ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചാണ് ആദ്യമായി കാർത്തികനെ കാണുന്നത്. ആരെയും അയക്കുന്ന അവന്റെ പുഞ്ചിരിയും വാക്ചാതുര്യവും മാലുവിന്റെ ഉള്ളിൽ അവനോടുള്ള ആരാധനയായി വളർന്നു. അവനോടുള്ള ഇഷ്ടം പറഞ്ഞപ്പോൾ അവനും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേട്ടപ്പോഴുള്ള അന്നത്തെ ആ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവനാണ് തന്നെ ചതിച്ചതെന്ന് ഓർക്കവേ അവൾക്ക് അവനോടുള്ള വെറുപ്പ് കൂടി വന്നു. പലപ്പോഴായി അവനു വേണ്ടി എല്ലാവരോടും വാദിച്ചു ഓർക്കവേ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നിപ്പോയി. അവളുടെ മുന്നിൽ കണ്ണൻ എന്ന അവളുടെ കണ്ണേട്ടിന്റെ മുഖം മിഴിവോടെ തെളിഞ്ഞു വന്നു. എന്നോട് ക്ഷമിക്കുക കണ്ണേട്ട, തെറ്റുപറ്റിപ്പോയി. കണ്ണനെ ഓർത്തവൾ അലറി കരഞ്ഞു. എല്ലാം അറിഞ്ഞപ്പോൾ വനജ അവളെ സമാധാനിപ്പിച്ചു. അവന് നിന്നെ മനസ്സിലാകും മോളെ, നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോ. അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് വനജ പറഞ്ഞു. വിറക്കുന്ന കാലടികളോടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ കണ്ടു കണ്ണന്റെ കാറ് മുറ്റത്ത് കിടക്കുന്നു. അത് കാണെ അവളുടെ കാലുകൾക്ക് വേഗതയേറി. അവനെ ഒന്ന് കാണാൻ ആ കാൽ കീഴ് വീണ് മാപ്പ് പറയാൻ അവൾ അവനടുത്തേക്ക് പാഞ്ഞെടുത്തു. അകത്തേക്ക് പോകുമ്പോഴേ കണ്ടു അച്ഛനോട് സംസാരിച്ചിരിക്കുന്ന കണ്ണനെ. തന്നെ നോക്കി നിറമിഴിയാതെ നിൽക്കുന്നവളെ കണ്ട് ഒരു വേള അവന്റെ നെഞ്ചൊന്ന് പിടച്ചുപോയി. ആ നെഞ്ചിലേക്ക് വീണെന്ന് പൊട്ടിക്കരയാൻ തോന്നിപ്പോയി അവൾക്ക്. എത്രയോ നാളായി കാണാൻ കാത്തിരുന്ന മുഖം, തന്റെ പ്രാണനെ അവൾ മിഴിച്ചിമാതെ നോക്കി നിന്നു. കണ്ണുകൾ കൊണ്ട് അവരൊരായിരം കഥകൾ പറഞ്ഞു. അതൊരു പക്ഷേ പ്രണയത്തിൻ്റെതോ കാത്തിരിപ്പിൻ്റെതോ ആവാം. പെട്ടെന്നാണ് ജയദേവൻ അവൾക്കെതിരെ ഡിവോഴ്സ് പേപ്പർ നീട്ടുന്നത്. ഒപ്പിട്, കണ്ണൻ ഒപ്പിട്ടിട്ടുണ്ട്. അയാൾ നീട്ടിയ പേപ്പർ കണ്ട് അവൾ നിമിഷം പകച്ചു. കണ്ണനെ നോക്കിയപ്പോൾ അവൻ വേദനയോടെ മറ്റെങ്ങോ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഹേമയും മാധവും ഗൗരവത്തോടെ മാലുവിനെ നോക്കി നിന്നു. വിറക്കുന്ന കൈകളോടെ അവൾ ആ പേപ്പർ വാങ്ങി. ഗോവിന്ദൻ ഒപ്പിട്ടിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അവളുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അവളുടെ കണ്ണുനീര് ആ പേപ്പറിൽ പടർന്നു.
എനിക്ക് കഴിയില്ല അച്ഛാ, എനിക്കിതിൽ ഒപ്പിടാൻ കഴിയില്ല. വാശിയോടെ കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് പറ്റില്ല, ഒപ്പിട്. ഇനിയും കണ്ണനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അയാൾ ഗൗരവത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞു. തന്നെയൊന്നും നോക്കുപോലും ചെയ്യാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന അവനടുത്തേക്ക് അവൾ പാഞ്ഞു. ശേഷം ആ ഡിവോഴ്സ് പേപ്പർ അവന് മുമ്പിൽ വെച്ച് എന്നെ വലിച്ചു കയറി. നിങ്ങൾക്ക് കഴിയോ കണ്ണീട്ട് എന്നെ മറക്കാൻ? എനിക്ക് കഴിയില്ല നിങ്ങളെ മറക്കാൻ. എന്നെ ഒന്ന് കൊന്നു തരുമോ? നിങ്ങളില്ലാതെ ഈ താലിന്റെ കഴുത്തില്ലാതെ ജീവിക്കുന്നത് നല്ലത് ഞാൻ മരിക്കുന്ന. ഇനിയും വയ്യ നിങ്ങളൊന്ന് കാണാതെ ഇങ്ങനെ മരിച്ച് ജീവിക്കാൻ. ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. എല്ലാം അനുജയിച്ച് പറഞ്ഞു. ഈ കാലിൽ വീണ് മാപ്പറയെ ഓടി വന്നാൽ ഞാൻ ക്ഷമിച്ചൂടെ എന്നോട്? നിങ്ങളെന്റെ പ്രാണന ഉപേക്ഷിക്കാതിരുന്നൂടെ എന്നെ? ദയനീയമായി അവൾ അവനെ നോക്കി അപേക്ഷ പോലെ ചോദിച്ചു. പെട്ടെന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണൻ അവളെ അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടത്. എത്ര കേൾക്കാൻ കൊതിച്ചാന്നറിയോ നിന്റെ ഈ വാക്കുകൾ? നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് ആവും എൻ്റെ മാലൂട്ട. നീയില്ലെങ്കിൽ ഞാനും മരിച്ചു പോയില്ലടി. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ജീവനാണെന്ന് എൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എൻ്റെ ലോകം തന്നെ നീയല്ലടി പെണ്ണേ. പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു നിന്നൊന്ന് കാണാൻ. ഒന്നുകൂടി അവൾ തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ടവൻ പറഞ്ഞു. നീ ഞങ്ങളെയും ചേട്ടനെയും ഒത്തിരി വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ഞങ്ങളൊരു പണി തന്നാടി ചേച്ചി. ഇത് ഡിവോഴ്സ് പേപ്പർ ഒന്നല്ല. നിലത്ത് കിടക്കുന്ന പേപ്പർ കഷ്ണത്തിലേക്ക് നോക്കിക്കൊണ്ട് മാധു പറഞ്ഞു. അതുകൊണ്ട് മാലു അവളെ കണ്ണ് ഉറപ്പിച്ചു നോക്കി. അപ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കും രണ്ടാളും. അവരെ നോക്കി വാത്സല്യത്തോടെ ജയദേവൻ പറഞ്ഞു. രാത്രിയിൽ കണ്ണന്റെ മുറിയിൽ അവന്റെ നെഞ്ചോരം ചേർന്നിരിക്കുന്ന മാലുവിനെ അവൻ പ്രണയത്തോടെ നോക്കി. അതെ, അന്ന് മുടങ്ങിയ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് നമുക്കങ്ങ് നടത്തിയാലോ? അവളുടെ ചെവിയിലായി പറഞ്ഞ കണ്ണൻ നാണത്തോടെ അവളുടെ കവിളുകൾ ചുവന്നു വന്നു. അവളെയും കൊണ്ട് കിടക്കയിലേക്ക് മറിയുമ്പോൾ അവളുടെ പൊട്ടിച്ചിരികളും ചുടുനിശ്വാസങ്ങളും ആ 4 ചുമരുകളിൽ മുഴങ്ങി കേട്ടു. പിന്നീട് അങ്ങോട്ടുള്ള രാത്രികൾ അവരുടെ പ്രണയത്തിന് സാക്ഷിയായി.